आदाब अरज। आज हम जोश मली आबादी की एक नज्म रकी फरिश्ते पर चर्चा करना चाहते हैं, बहस करना चाहते हैं। हम जानते हैं जोश मली आबादी उर्दू के सबसे मशहूर शुरा में एक हैं। हम गुजरे क्लास में फैज अहमद फैज के बारे में तो हम पढ़े थे। वो एक तरक्की पसंद शायर हैं, वो एक प्रोग्रेसिव राइटर मूवमेंट के शायर थे। इसलिए इनकी नज्म में, इनकी शायरी में हमेशा गरीब और मेहनतकश लोगों की हिमायत में ही वो ज्यादातर लिखे थे, फैज अहमद फैज, है ना। तो इसी तरह इनकी तरह फैज अहमद फैज की तरह जोश मली आबादी भी तरक्की पसंद शायर हैं, एक प्रोग्रेसिव राइटर हैं। इसलिए जोश मली आबादी को शायर इंकलाब, पोएट ऑफ रेवोल्यूशन यानी रेवोल्यूशनरी पोएट के नाम से, यानी शायर इंकलाब के नाम से जोश मली आबादी मशहूर हैं। जोश मली आबादी सिर्फ शायर इंकलाब के नाम से ही नहीं, വിപ്ലവ കവി എന്ന പേരിൽ മാത്രമല്ല, മറിച്ച് शायर फितरत, शायर शबाब वगैरह नाम से भी वो मशहूर हैं। शायर शबाब का मतलब യൂത്തിന്റെ പോയറ്റ് ഓഫ് യൂത്ത്, അതുപോലെ തന്നെ ദി പോയറ്റ് ഓഫ് नेचर, शायर फितरत के नाम से भी जोश मली आबादी मशहूर हैं। आज हम जोश मली आबादी की एक नज्म रकीब फरिश्ते हम पढ़ना चाहते हैं। तो इसके जरिए हम जोश मली आबादी की शायर फितरत के नाम से वो जिस तरह मशहूर हुए हैं उसके बारे में तो हम जरा जान सकते हैं। वो शायर फितरत के नाम से वो किस तरह मशहूर हुआ है, इसका मिसाल तो हम इस नज्म के जरिए हम मालूमात हासिल कर सकते हैं। ठीक है, तो इस नज्म में, रकी फरिश्ते में, इस नज्म में शायर सुबह के सुहाने मंजर को बहुत ही खूबसूरत अंदाज में पेश किया है। और शायर सुबह के सुहाने मंजर को, यानी सुबह को अपना माशूक, अपना महबूब, अपना लवर समझता है। ठीक है, അതായത് ജോഷ് മലി ആബാദി വിപ്ലവ കവി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതേ സമയത്ത് തന്നെ ഇംഗ്ലീഷിലുള്ള വില്യം വേർഡ്സ്വർത്ത് എങ്ങനെയാണോ പോയറ്റ് ഓഫ് നേച്ചർ എന്ന പേരിൽ വില്യം വേർഡ്സ്വർത്ത് എങ്ങനെയാണോ ഇംഗ്ലീഷ് കവികളിൽ പ്രശസ്തനായത്, അതേപോലെ തന്നെ ഉറുദുവിലെ പോയറ്റ് ഓഫ് നേച്ചർ, അതായത് ഷായർ ഫിത്രത്ത് എന്ന പേരിൽ പ്രശസ്തനായ കവിയാണ് ജോഷ് മലി ആബാദി. അദ്ദേഹത്തിന്റെ ഒരു കവിതയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, റക്കീബ് ഫരിഷ്തെ. ഈ കവിതയുടെ വിഷയം, അതായത് പ്രകൃതി ഭംഗിയെ വളരെ മനോഹരമായി വിശദീകരിക്കുന്ന ഒരു കവിതയാണിത്. ഇതില് പ്രഭാതത്തെ, അതായത് മോർണിംഗിനെ, ഏർലി മോർണിംഗിനെ വളരെ മനോഹരമായിട്ട് ഇതിൽ അവതരിപ്പിച്ചതായിട്ട് കാണാം. കവിക്ക് തോന്നുന്നത് ആ ഏർലി മോർണിംഗ് എന്ന് പറയുന്നത്, സുബഹ് എന്ന് പറയുന്നത്, പ്രഭാതം എന്ന് പറയുന്നത്, ആ പ്രഭാതം തന്റെ മാഷൂക്കായിട്ടാണ്, തന്റെ ലവറായിട്ടാണ് ഇദ്ദേഹം, കവി, ഈ കവിതയിൽ കാണുന്നത്. അപ്പൊ ഇനി റക്കീബ് എന്നാൽ എന്താണെന്ന് നോക്കാം. റക്കീബ് ഫരിഷ്തെ എന്നാണ് കവിതയുടെ ടൈറ്റിൽ. അപ്പൊ റക്കീബ് എന്നാൽ എന്താണ് അർത്ഥം? റക്കീബ് എന്ന് പറഞ്ഞാല് സാധാരണ നമുക്കറിയാം എങ്ങനെയാണ്, പിന്നെ माशूक को प्यार करने वाले तो बहुत सारे आशिक होते हैं। माशूक को, लवर को, सिर्फ बिलावड को सिर्फ एक ही आशिक नहीं होते, बल्कि कई आशिक होते हैं। एक आशिक को दूसरे आशिक तो रकीब हैं. അതായത് ഒരു കാമുകിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആഷിക്കുമാരുണ്ടാവും. അപ്പോൾ ഒരു ആഷിക്കിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആഷിക്ക് എന്ന് പറഞ്ഞാൽ റക്കീബാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് റക്കീബ് ഫരിഷ്തെ, അതായത് ഒരു റക്കീബായ, ഒരു ആന്റി ഹീറോ ആയ, ആന്റി ലവർ ആയ ഫരിഷ്തെ, അതായത് മാലാഖമാർ. ഫരിഷ്ത എന്ന് പറഞ്ഞാൽ മാലാഖ, ഏഞ്ചൽസ്. അതായത് പിന്നെ ആന്റി ഹീറോ ആയ, തന്റെ എതിരാളിയായ മാലാഖമാർ എന്നാണ് ഈ ടൈറ്റിലിന്റെ അർത്ഥം. എതിരാളിയായ മാലാഖമാർ. കവിയെ സംബന്ധിച്ചിടത്തോളം എതിരാളിയാണ് ഏഞ്ചൽസ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് പിന്നീട് ഈ കവിതയുടെ അവസാനത്തിലേക്ക് വരും.
ഇതില് പ്രഭാതത്തിന്റെ മനോഹര ദൃശ്യമാണ് ആദ്യം വിവരിക്കുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റൽ ആയിട്ട് നമുക്ക് പോകാൻ തോന്നുന്നുണ്ട്. ठीक है, तो आप पेज नंबर 212 जरा खोलिए. पेज नंबर 212. ക്ലിയർ ആണല്ലോ അല്ലെ? ഇപ്പൊ പറഞ്ഞതൊക്കെ ക്ലിയർ ആണ്? ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രതികരിച്ചാൽ നല്ലതായിരുന്നു. ക്ലിയർ ആണല്ലോ പറയുന്നത്? ഓക്കെ ഓക്കെ. പിന്നെ ഇത് തുടങ്ങുന്നുണ്ട്, കവിത തുടങ്ങുകയാണ്. सुबह के तारे से थी गुलरंग गिरदों की जबीं. सुबह का मतलब मॉर्निंग है, तारा स्टार्स हैं, गुलरंग गुलरंग रेड कलर, गिरद आसमान, जबीं का मतलब फॉरहेड नेटितड़म. सुबह के तारे से थी गुलरंग गिरदों की जबीं. ഞാൻ ആദ്യം പറഞ്ഞു പ്രഭാതം എന്ന് പറയുന്നത്, ഏർലി മോർണിംഗ് എന്ന് പറയുന്നത് കവിയെ സംബന്ധിച്ചിടത്തോളം തന്റെ മാഷൂക്കാണ്, തന്റെ പ്രിയതമയാണ്. അതുകൊണ്ട് പ്രഭാത നക്ഷത്രത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു സുബഹ്കെ താരെ സതി ഗുൽറംഗ്, പ്രഭാത നക്ഷത്രത്തിന്റെ ആ ചുവന്ന കളറിനാൽ ആകാശത്തിന്റെ നെറ്റിത്തടത്തിൽ ഒരു തിലകം ചാർത്തിയത് പോലെയാണ് കവിക്ക് തോന്നുന്നത്. ഈ പ്രഭാതത്തിലെ ആകാശത്തിന്റെ മേലെ ഒരു തിലകം ചാർത്തിയത് പോലെയാണ് കവിക്ക് തോന്നുന്നത്. തന്റെ പ്രഭാതം തന്റെ മാഷൂക്കിന്റെ ആ നെറ്റിത്തടത്തില് ഒരു തിലകം ചാർത്തിയത് പോലെ അത്രയും സുന്ദരിയാണ് തന്റെ പ്രിയതമ എന്നാണ് ആദ്യം വരിയിൽ കവി പറയുന്നത്. സുബഹ്കെ താരെ സതി ഗുൽറംഗ് ഗിർദോം കി ജബീൻ, പ്രഭാത നക്ഷത്രത്താൽ ആകാശത്തിന്റെ നെറ്റിത്തടത്തിൽ തിലകം ചാർത്തിയിരിക്കുന്നു. മസ്ത് തി മൗജെ സബ, മസ്ത് കാ മത്ലബ്, മസ്ത് എന്ന് പറഞ്ഞാൽ ഇൻടോക്സിക്കേറ്റഡ്, വളരെ ലഹരി പിടിപ്പിക്കുന്നതായിരുന്നു. മസ്ത് തി മൗജെ സബ, മൗജെ സഭ എന്ന് പറഞ്ഞാല് മോർണിംഗ് ബ്രീസ്, അതായത് പ്രഭാതത്തിലെ സഭ നമുക്ക് ബ്രീസ് എന്നാണ് അറിയാം. മൗജെ സഭ അതായത് പിന്നെ പിന്നെ മോർണിംഗ് ബ്രീസിന്റെ ആ അലകൾ വളരെ മസ്ത് പിടിപ്പിക്കുന്നതായിരുന്നു, വളരെ മത്ത് പിടിപ്പിക്കുന്നതായിരുന്നു, വളരെ ലഹരി ഇൻടോക്സിക്കേറ്റഡ് ആയിരുന്നു. കലിയ അഭി ചിട്കി നഥി, ഇപ്പോഴും പൂമൊട്ടുകൾ, കലിയ ബഡ്സ്, കലിയ അഭി ചിട്കി നഥി, ചിടക്കിന എന്ന് പറഞ്ഞാൽ ബ്ലോസം, വിരിയുക, ഇപ്പോഴും പൂമൊട്ടുകൾ വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാവും അതിരാവിലെ, അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള ആ പ്രഭാതത്തിന്റെ ദൃശ്യമാണ് കവി ഇവിടെ ആവിഷ്കരിക്കുന്നത്. മസ്ത് തി മൗജെ സഭ, വളരെ മത്ത് പിടിപ്പിക്കുന്നതായിരുന്നു ആ പ്രഭാതത്തിലെ ആ മന്ദമാരുതൻ. കലിയ അഭി ചിട്കി നഥി, ഇപ്പോഴും പൂമൊട്ടുകൾ ഇപ്പോഴും വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആസ്മാൻ പുർകൈഫ് താരി താ ജമീൻ പർ ബേഖുദി, ആകാശം പുർകൈഫ് താരി എന്ന് പറഞ്ഞാലും ഇൻടോക്സിക്കേറ്റഡ്, മസ്ത്, ബേഖുദി എന്ന് പറഞ്ഞാലും മസ്ത് എന്ന് തന്നെയാണ് അർത്ഥം. ആസ്മാൻ പുർകൈഫ് താരിത്ത, ആകാശവും അതുപോലെ തന്നെ ലഹരി പിടിപ്പിക്കുന്നതായിരുന്നു, ഫുൾ ഓഫ് ഇൻടോക്സിക്കേഷൻ ആയിരുന്നു. അതേപോലെ തന്നെ ജമീൻ പർ ബേഖുദി, അതേ സമയത്ത് ഭൂമിയിലും അതേപോലെയുള്ള ഒരു പിന്നെ മസ്തായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ഭൂമിയിലും ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ പ്രഭാതത്തിന്റെ മറ്റൊരു ദൃശ്യം കാണിക്കുന്നു. ജുക് ചലാത്ത ചാന്ദ് ഫീക്കി പട് ചുക്കി തി ചാന്ദിനി, ജുക് ചലാത്ത ചാന്ദ്, ചന്ദ്രൻ, ജുക് ചാന എന്ന് പറഞ്ഞാൽ കുനിയുക, ജുക് ചലാത്ത, കുഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്, വളരെ താഴ്ന്ന് ആയിരുന്നു സഞ്ചരിച്ചിരുന്നത്. ജുക് ചലാത്ത ചാന്ദ്, ചന്ദ്രൻ വളരെ താഴ്ന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, അതായത് കുനിഞ്ഞുകൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ഫീക്കി പട് ചുക്കി തി ചാന്ദിനി, അതേപോലെ തന്നെ നിലാവ് വളരെ മങ്ങിയ രീതിയിൽ ഇവിടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ചന്ദ്രൻ ഇങ്ങനെ വളരെ താഴ്ന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഏക് ഹൽക്കാ സാ തബസ്സും താ ദറോ ദീവാർ പർ, ഏക് ഹൽക്കാ സാ, ഹൽക്ക എന്ന് പറഞ്ഞാല് സോഫ്റ്റ്, ഏക് ഹൽക്കാ സാ തബസ്സും, തബസ്സും പുഞ്ചിരി, സ്മൈൽ, ഹസ്ന എന്ന് പറഞ്ഞാല് ചിരിക്കുക എന്നാണ് അർത്ഥം, പക്ഷെ തബസ്സും എന്ന് പറഞ്ഞാല് പുഞ്ചിരിക്കുക. ഏക് ഹൽക്കാ സാ തബസ്സും താ ദറോ ദീവാർ പർ, ഒരു നേരിയ പുഞ്ചിരി കളിയാടിയിരുന്നു. ദറോ ദീവാർ പർ, ദർ എന്നാൽ ദർവാസ, ദീവാർ എന്ന് പറഞ്ഞാല് മതിൽ, ദറോ ദീവാർ എന്ന് പറഞ്ഞാല് ഹൗസ്, വീട്. ഏക് ഹൽക്കാ സാ തബസ്സും താ ദറോ ദീവാർ പർ, ഒരു നേരിയ പുഞ്ചിരി കളിയാടിയിരുന്നു അവിടെയുള്ള എല്ലാ വീടുകളിലും ഒരു നേരിയ പുഞ്ചിരി, അതായത് നിലാവിന്റെ ആ പ്രകാശത്താൽ ആ മൊത്തം പ്രദേശത്ത് ഒരു നേരിയ ഒരു പുഞ്ചിരി കളിയാടിയിരുന്നു. എല്ലാ വീടുകൾക്ക് മേലെയും എല്ലാ കെട്ടിടങ്ങളുടെ മേലെയും ഒരു നേരിയ പുഞ്ചിരി അവിടെ കളിയാടുന്നു.
പ്രഭാതത്തിന്റെ മനോഹരമായ ദൃശ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ജയ്സെ മീട്ടി നീന്ത് കാ ജാദു റുഹെ ഗുൽനാർ പർ. ഏതുപോലെ മനോഹരമായ ഉറക്കത്തിന്റെ മാന്ത്രികത റുഹെ ഗുൽനാർ പർ, ഗുൽനാർ പുഷ്പത്തിന്റെ മുഖത്ത് എങ്ങനെയാണോ ഉറക്കച്ചടവ് ഉള്ളത് അതേപോലെ തന്നെയായിരുന്നു മൊത്തം വീടുകളിലെ ഒരു പുഞ്ചിരി കളിയാടിയിരുന്നത്. ഗിർ രഹേത്തെ ഗുംബദെ അഫ്ലാഖ് സെ ബേ ഇഖ്തിയാർ. ഗുംബദെ അഫ്ലാഖ് എന്ന് പറഞ്ഞാല് ഗുംബദ് ക മത്ലബ് ഗോപുരത്തിനാണ് പറയാന്. അഫ്ലാഖ് ക മത്ലബ് ഫലക്കിന്റെ ജമ്മാണ് അഫ്ലാഖ്. ഫലക്ക് എന്ന് പറഞ്ഞാല് ആകാശം, ആസ്മാൻ. ആകാശ ഗോപുരങ്ങളുടെ ഗുംബദെ അഫ്ലാഖ് സെ, ആകാശ ഗോപുരങ്ങളുടെ മേലിൽ നിന്ന് ഗിർ രഹത്തെ, ആസ്മാനോ കെ ഗുംബദ് സെ ഗിർ രഹത്തെ ബേ ഇഖ്തിയാർ, തുടർച്ചയായി കണ്ടിന്യൂസ്ലി ആ ആകാശ ഗോപുരങ്ങളിൽ നിന്ന് തുടർച്ചയായി വീണുകൊണ്ടിരുന്നു. എന്താണ് വീണുകൊണ്ടിരുന്നത്? ഖാക്ക് പർ, ഭൂമിയിലേക്ക്, മണ്ണിലേക്ക്. എന്താണ്? സയ്യാൽ ചാന്തി കെ ഹസാരോ ആബ്ഷാർ, വളരെ പ്യൂറായ സിൽവർ. ചാന്തി എന്ന് പറഞ്ഞാല് സിൽവർ, ചാന്ത് എന്ന് പറഞ്ഞാല് ചന്ദ്രനാണ്. ചാന്തി സിൽവർ, വളരെ പ്യൂർ ആയിട്ടുള്ള സിൽവറിന്റെ ഹസാരോ ആബ്ഷാർ, തൗസൻഡ്സ് ഓഫ് വാട്ടർഫോൾസ് ആർ, പിന്നെ ആയിരക്കണക്കിന് വെള്ളികളുടെ ആയിരക്കണക്കിന് വാട്ടർഫോൾസ് ഭൂമിയിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആകാശ ഗോപുരങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് വാട്ടർഫോൾസ് ഭൂമിയിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ രഹീത്തി നർമ കദ്മോൻ സെ നസീമെ ദിൽ നവാസ്, വളരെ പതുങ്ങിയ സ്റ്റെപ്പിനാൽ വന്ദമാരുതൻ അടിച്ചുകൊണ്ടിരിക്കുന്നു. സെരിങ്കൂൻ തെ ഭൂസ്ഥാൻ, സെരിങ്കു എന്ന് പറഞ്ഞാൽ കുനിയുക, ഭൂസ്ഥാൻ എന്ന് പറഞ്ഞാൽ ബോസ്ഥാൻ ഗാർഡൻ മൊത്തം തല കുനിച്ചിരുന്നു. അതായത് ഇപ്പോഴും ഉറങ്ങി എഴുന്നേറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോഴും വിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മൊത്തം പൂന്തോട്ടം ഇപ്പോഴും തല കുനിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കലിയാന്തി മെഹ്വെ ഖാബ്നാസ്, ഇപ്പോഴും പൂമൊട്ടുകൾ ഇപ്പോഴും ഉറക്കച്ചടവിലായിരുന്നു. കലിയ ബഡ്സ്, മെഹ്വെ ഖാബ്നാസ് ഉറക്കച്ചടവിലായിരുന്നു. സുബഹ് കെ ചെഹരെ പെത്തി ഹൽക്കെ സെ ധുന്ദ് ലക്കെ കി നക്കാബ്. സുബഹ് കെ ചെഹരെ പെത്തി, പ്രഭാതത്തിന്റെ ആ മുഖത്ത്, സുബഹ് കെ ചെഹരെ പെത്തി ഹൽക്കെ ധുന്ദ് ലക്കെ കി നക്കാബ്, ഒരു നേരിയ മൂടുപടത്തിന്റെ നിക്കാബ് പ്രഭാതത്തിന്റെ മുഖത്തുണ്ടായിരുന്നു. തന്റെ പ്രിയതമയായ പ്രഭാതത്തിന്റെ ആ ചെഹരയില് മുഖത്ത് ഒരു നേരിയ ഒരു മങ്ങലിന്റെ ഒരു മൂടുപടം അവിടെ ഉണ്ടായിരുന്നു. സൂര്യൻ ഉദിക്കാത്തത് കൊണ്ട് തന്നെ വ്യക്തമായിട്ട് പ്രഭാതത്തിലെ ദൃശ്യങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത്രയും മനോഹരിയായ തന്റെ പ്രിയതമയുടെ മുഖം ശരിയായ രീതിയിൽ കാണാൻ പറ്റാത്ത രീതിയിൽ ഹൽക്കെ സെ ധുന്ദ് ലക്കെ കി നക്കാബ്, ഒരു നേരിയ മങ്ങലിന്റെ ഒരു മൂടുപടം പ്രഭാതം ധരിച്ചിട്ടുണ്ടായിരുന്നു. ഗാരഹാത്ത ഭൈരവി മീറ്റെ സുറോമെ മെഹതാബ്. ഗാരഹാത്ത ഭൈരവി, ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഒരു രാഗമാണ് ഭൈരവി രാഗം. അത് രാവിലെ പാടുന്ന ഒരു രാഗമാണ് ഭൈരവി രാഗം. ആരാണ് പാടുന്നത്? മീറ്റെ സുറോമെ മഹതാബ്, ചന്ദ്രൻ. മഹതാബ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, മൂൺ. ചന്ദ്രൻ വളരെ മനോഹരം, മീറ്റെ സുറോമെ, വളരെ സുന്ദരമായ സ്വരത്തില് ഭൈരവി രാഗം പാടിക്കൊണ്ടിരുന്നു. ഈ പ്രഭാതത്തിന്റെ ഈ മനോഹരമായ ദൃശ്യത്തില് ഒരു ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കവിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ്? ചന്ദ്രൻ വളരെ മനോഹരമായ സ്വരത്തില് ഭൈരവി രാഗം പാടിക്കൊണ്ടിരുന്നു. അത്രയും മനോഹരമായ ദൃശ്യമായിരുന്നു ഈ പ്രഭാതത്തിന്റെ ദൃശ്യം കവിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു വളരെ മനോഹരമായ ദൃശ്യമാണ് ഇവിടെ കവി ആവിഷ്കരിക്കുന്നത്. അതിനിടയിലാണ് ഇതൊക്കെ കണ്ടപ്പോ, ഈ പ്രഭാതത്തിന്റെ ഈ മനോഹരമായ ഈ ദൃശ്യം കണ്ടപ്പോൾ, ആ രഹീത്തി ആസ്മാനോൻ സെ ഫരിഷ്തോം കി സദാ, ആകാശങ്ങളിൽ നിന്ന് ഫരിഷ്തോം കി സദാ ആ രഹീത്തി, ഫരിഷ്തോം കി ആവാസ് ആ രഹീത്തി, ആസ്മാനോൻ സെ ഏഞ്ചൽസ് की आवाज साउंड आ रही थी. क्या सुहाना वक्त है, सल्ली अला, what a beautiful, क्या सुहाना वक्त है, what a beautiful time, what a marvelous time it is, what a mashallah, क्या सुहाना वक्त है, क्या सुहाना वक्त है, എത്ര മനോഹരമായ ദൃശ്യമാണ്. സല്ലി അല, എത്ര മനോഹരമായ ദൃശ്യമാണ് ഇപ്പൊ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി ചെറിയൊരു മാറ്റം, ഒരു ഡ്രമാറ്റിക് ഒരു ആംബിയൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇൻ സദാओं से
मगर मैं खा रहा था पेचताब। इन सदाओं से, इन आवाजों से, फरिश्तों की इन आवाजों से, അതായത് ഏഞ്ചൽസിന്റെ ഈ ശബ്ദത്തിൽ मगर मैं खा रहा था पेचताब। पेचताब का मतलब परेशानी। इन फरिश्तों की इन आवाज से मैं बहुत परेशान होने लगा, क्योंकि मैं एक आशिक हूं, मैं सुबह का एक आशिक हूं, इसलिए मेरे अलावा फरिश्ते मेरे माशूक पर तारीफ करने का कोई हक नहीं है। अभी फरिश्ते यहाँ इस सुबह के सुहाने वक्त को देखकर फरिश्ते भी अपने माशूक पर फरिश्ता हो गया है, उसका आशिक बन गया है। इसलिए शायर को तो बिल्कुल बर्दाश्त करने को नहीं होता है। ആകാശത്തിലുള്ള മാലാഖമാർ ഇതിനെ പുകഴ്ത്താൻ തുടങ്ങി, പ്രഭാതത്തിന്റെ മനോഹാരിതയെ പുകഴ്ത്താൻ തുടങ്ങി. ഇത് ഒരിക്കലും കവിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇൻ സദാവും സെ മഗർ മേ ഖാ രഹാ താ പേച്ചതാബ്. ഈ ശബ്ദത്താൽ, ഈ പാട്ടിലെ ഈ ഏഞ്ചൽസിന്റെ ഈ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് ആകെ അസ്വസ്ഥമായി. അവർ കുച്ച് കഹനെ ഹി വാലാ താ. മാലാഖമാർക്കെതിരായിട്ട് മാലാഖമാരെ ചീത്ത പറയാൻ പോവുകയായിരുന്നു. അപ്പോഴേക്കും ഉബ്ബര ആഫ്താബ്, അപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു. ശുക്ർ കെ സജ്ദേ കിയെ മെനെ ദുഷ്മൻ ബഹ ഗയെ. അപ്പോഴേക്കും ഞാൻ ശുക്ർ കെ സജ്ദേ കിയെ മെനെ ദുഷ്മൻ ബഹ ഗയെ. ഞാൻ ഒരു ശുക്ർ, നന്ദിയുടെ ഒരു സുജൂദിലേക്ക് ഞാൻ വീണുപോയി. ദുഷ്മൻ ബഹ ഗയെ, അതായത് എന്റെ ശത്രു പരാജയപ്പെട്ടല്ലോ, എന്റെ ശത്രു പരാജയപ്പെട്ടു. എന്താണ് ഇനിയിപ്പോൾ ഖൈരിയത് ഗുസ്രി കിസ്സെ ബഡ്ത്തെ ബഡ്ത്തെ രഹഗയെ. ഇനിയിപ്പോൾ എന്റെ പ്രഭാതത്തെ, എന്റെ കാമുകിയായ പ്രഭാതത്തെ പുകഴ്ത്താൻ, താരീഫ് കർണേക്കോ കുച്ച് നഹി കർ സക്തെ സുബഹ കോ, ക്യോങ്കി ശുക്ർ കെ സജ്ദേ കിയെ മെനെ ദുഷ്മൻ ബഹ ഗയെ. ഖൈരിയത് ഗുസ്രി, വളരെ നന്നായി, ഖൈരിയത് ഗുസ്രി, വളരെ നന്നായതാണ് സംഭവിച്ചത്. കിസ്സെ ബഡ്ത്തെ ബഡ്ത്തെ രഹഗയെ, എന്റെ ആ പ്രണയത്തിന്റെ ആ കഥ അവരുടെ പ്രണയത്തിന്റെ കഥ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് പെട്ടെന്ന് സൂര്യൻ ഉദിച്ചത്. അതോടുകൂടി ആ മനോഹാരിതയെ അവർക്ക് ദർശിക്കാൻ കഴിഞ്ഞില്ല. മേരി മാഷൂക്ക പേ ബേഅക്കൽ മർനെ ആയെ थे. മാലാഖമാരുണ്ടല്ലോ, മേരി മാഷൂക്ക പേ, എന്റെ കാമുകിയുടെ മേലെ, ബേ അക്കൽ മർനെ ആയെ थे, വിഡ്ഢികളായ അവർ പ്രണയിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. മേരി ക്യാ സമജ്കർ സുബഹ് കി താരീഫ് കർനെ ആയെ थे. എന്ത് മനസ്സിലാക്കിയിട്ടാണ് പ്രഭാതത്തിനെ പുകഴ്ത്താൻ വേണ്ടി അവർ വന്നിരിക്കുന്നത്? क्या समझकर मेरी माशूका पर तारीफ करने के लिए आए थे वो लोग? मैं था जब मौजूद, फिर ये गाने वाले कौन थे? जमीन पर रहने वाले इंसान, जमीन पर रहने वाला इंसान, मैं शायर या कोई इंसान यहाँ मौजूद है, यहाँ है, फिर ये गाने वाले कौन थे? फिर ये तारीफ करने के लिए फरिश्ते आने वाले कौन थे? यहाँ जमीन पर रहने वाले जो कुछ है, जो भी खूबसूरती है, उस पर तारीफ करने का हक जमीन पर रहने वाले इंसान को है, आसमान पर रहने वाले फरिश्तों को नहीं है. मेरी सरहद में फरिश्ते आने वाले कौन थे? എന്റെ ബൗണ്ടറീസില്, मेरी सरहद में, എന്റെ അതിർത്തിയില്, ഫരിശ്തെ ആനെ വാലെ കോൺ തെ, ഈ ഭൂമിയിൽ, ഭൂമിയാകുന്ന എന്റെ ഈ അതിർത്തിയില് മാലാഖമാർ വരാൻ അവർ ആരാണ്? यहाँ शायर ये कहना चाहते हैं कि ये जमीन पर रहने वाले इंसान को ही यहाँ के पूरी चीजों को तारीफ करने का हक है. और दरअसल शायर सुबह के इस सुहाने मंजर को बहुत ही खूबसूरत अंदाज में पेश किया है. ठीक है, यही है टेक्सटुअल तौर पर इसका मतलब. तो